അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു വീഡിയോ ആണിത്. കാരണം നമുക്ക് തന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പടച്ച റബ്ബിനോട് പരിതപിക്കുന്നവരാണ് നമ്മൾ അധിക പേരും. എന്നാൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. ഷാനമോൾ എന്ന് പറയുന്ന ഒരു സഹോദരി ക്യാൻസർ ബാധിച്ചിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ആ സഹോദരിയുടെ ബർത്ത്ഡേ വന്നത്. ക്യാൻസർ വാർഡിലുള്ള വളണ്ടിയർമാരും അതുപോലെ തന്നെ ഉപ്പയും ഉമ്മയും എല്ലാം ചേർന്നുകൊണ്ട് ആ ഒരു ബർത്ത്ഡേ വളരെ ആഘോഷപൂർണ്ണമാക്കിയിട്ട് ആ സഹോദരിയെ സന്തോഷിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഷാനമോളുടെ കണ്ണിൽ സന്തോഷവും അതുപോലെ തന്നെ കണ്ണുനീരും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ആ സഹോദരിക്ക് അറിയാമായിരുന്നു ഇത് എൻ്റെ അവസാനത്തെ ബർത്ത്ഡേ ആണ്, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് എന്ന്. എന്നിട്ട് വളരെ മാക്സിമം ആ വേദനകളെല്ലാം തന്നെ കടിച്ചമർത്തിക്കൊണ്ട് ആ ഒരു ബർത്ത്ഡേ സന്തോഷപരമായിട്ട് കേക്ക് മുറിച്ചിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും വളണ്ടിയർമാരുടെയും എല്ലാം വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ തീർച്ചയായിട്ടും നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എത്രമാത്രം നമ്മുടെ പടച്ച റബ്ബിനോട് നീതി കാണിക്കണം അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്ക് കാറില്ല, മറ്റതില്ല, ഒരുപാട് സൗകര്യങ്ങൾ കുറഞ്ഞു പോയത് കൊണ്ട് പരിതാപം കാണിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ഇപ്പോൾ പടച്ച റബ്ബ് തന്ന ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ എത്രമാത്രം പടച്ച റബ്ബിനെ ശുക്ർ ചെയ്യണമെന്ന് ഈ വീഡിയോ കാണുന്ന ഒരു സമയത്തോടു കൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ തീർച്ചയായിട്ടും ഇത് ഉത്തേജനമാകും. ഇന്ന് കേരളത്തിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആഹാരമെല്ലാം കഴിച്ച് വളരെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഈ വേദനകളെല്ലാം തന്നെ കടിച്ച് ഒതുക്കിക്കൊണ്ട് മനസ്സിൽ ഒതുക്കിക്കൊണ്ടിട്ട് ഒരു ദിവസം നന്നായിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അത്തരത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ച റബ്ബ് അവർക്കൊക്കെ തീർച്ചയായിട്ടും രോഗശമനം കൊടുക്കട്ടെ. ഏതായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. ഷാനമോൾ എന്ന് പറയുന്ന ആ സഹോദരിയുടെ അവസാന ബർത്ത്ഡേ. ആ ഷാനമോൾ ഇന്ന് നമ്മോടൊപ്പമില്ല. പടച്ച റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി തീർച്ചയായിട്ടും പോയിരിക്കുകയാണ്. അവരുടെ ഖബർ പടച്ച റബ്ബ് സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ അവസാന ബർത്ത്ഡേ ആഘോഷങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിട്ട് വരാം. ഇങ്ങോട്ട് നോക്ക് ഇവിടെ പേര് വെരി 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 ഇങ്ങോട്ട് പറയണ്ട, കഴിഞ്ഞിട്ടപ്പോ പറയാം. കഴിയാനുള്ളതൊക്കെ നമുക്ക് നേരെ പറയാം. കട്ട് ചെയ്യേ. പടക പൊട്ടിക്കേട്ട ഞെട്ടണ്ടേ നീ. എനിക്ക് പൊട്ടിച്ചു എല്ലാവർക്കും മുറിച്ച് വേഗം കൊടുക്കുക. നിങ്ങളൊക്കെ ആ ഒരു സന്തോഷ കണ്ണുനീർ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മളെപ്പോലെ തന്നെ 1000 സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാമുള്ള ഒരാളായിരുന്നു ഈ ഷാനമോൾ എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും വേദനയില്ലാത്ത ഒരു ലോകത്തേക്ക്, അല്ലെങ്കിൽ ക്യാൻസറും അസുഖവും ഒന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് ഷാനമോൾ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് അവർ എടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തത്. കാരണം ഇത്തരത്തിൽപ്പെട്ട വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ നമ്മളൊന്ന് കാണണം. എന്നിട്ടും ആ ഒരു സമയത്ത് കണ്ണുനീർ പൊയ്ക്കാതെ സന്തോഷിച്ചു കൊണ്ടിട്ട് തൻ്റെ ഉമ്മയെയും ഉപ്പയെയും സഹോദരങ്ങളെയും അതുപോലെ തന്നെ എന്നെ ശുശ്രൂഷിക്കുന്ന വളണ്ടിയർമാർക്കും കേക്ക് മുറിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കുന്ന ഷാനമോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തേജനമാണ്. എത്ര നമ്മളെ സഹോദരിയെ പ്രകീർത്തിച്ചാലും മതിയാവില്ല. ആ ഷാനമോൾക്ക് അറിയാമായിരുന്നു എൻ്റെ ജീവിതം എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നറിയാം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജിലായിരുന്നു ആ സഹോദരി എന്നുള്ളതാണ്. എത്രമാത്രം വേദനകൾ കടിച്ചമർത്തിക്കൊണ്ടാണ് ആ സഹോദരി വളരെ കൂളായിട്ട് സന്തോഷിച്ചിട്ട് ആ ചടങ്ങിലേക്ക് വന്ന് തൊപ്പിയെല്ലാം ധരിച്ചുകൊണ്ട് തൻ്റെ ഉമ്മയും ഉപ്പയും വളണ്ടിയർമാരും എല്ലാം ചേർന്ന് ഒരുക്കിയ ആ പരിപാടി കളറാക്കാൻ വേണ്ടിയിട്ട് ആ സഹോദരിയെ കൊണ്ട് കഴിയുന്ന മാക്സിമം ആ സഹോദരി ചെയ്ത് കൊടുത്തിട്ടാണ് ആ സഹോദരി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ ഒരു പാഠമാണ്. ജീവിതത്തിലൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ആൾക്കാരോട് തീർച്ചയായിട്ടും ഇതൊരു കാര്യം മാത്രം കണ്ടാൽ നമുക്ക് പടച്ചറബ് അൽഹംദുലില്ലാ ആഫിയത്ത്, നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യവും നല്ല അസുഖമില്ലാത്തൊരവസ്ഥയും നമുക്ക് തന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ പറഞ്ഞതുപോലെ ഒരൊറ്റ ദിവസം മാത്രം കണ്ണടച്ചിട്ട് പേടിക്കാതെ വേദനയില്ലാതെ ഒന്ന് കിടന്നുറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു പരമാർത്ഥം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ വീഡിയോ എന്നൊക്കെ പറയുന്നത് നമുക്ക് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കണ്ടു തീർക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ മകളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും തീർച്ചയായിട്ടും പടച്ചറബ് ക്ഷമ നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ സഹോദരിയുടെ ഖബർ പടച്ചറബ് വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ സഹോദരിയുടെ ഒപ്പം നമ്മെയും തീർച്ചയായിട്ടും കൂട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.